പ്രകൃതിയുടെ കഥ പറയുന്ന 52 ചിത്രങ്ങളുമായി തിരുവനന്തപുരം മ്യൂസിയം ആർട്ട് ഗാലറിയിൽ സന്തോഷം കെയുടെ ഓയിൽ പെയിന്റിംഗ് എക്സിബിഷന് തുടങ്ങി. ഈ മാസം 5 മുതൽ 11 വരെയാണ് എക്സിബിഷൻ നടക്കുന്നത്. നിരവധി പേരാണ് ഇതിനോടകം തന്നെ ചിത്രങ്ങൾ കാണാൻ മ്യൂസിയം ആർട്ട് ഗാലറിയിൽ എത്തിയത്. ചിത്രകല അഭ്യസിച്ചിട്ടില്ലാത്ത സന്തോഷം കെയുടെ പെയിന്റിംഗിന് ആരാധകരും ഏറെയാണ്. കൊറോണക്കാലം ഇദ്ദേഹത്തെ കലാകാരനാക്കിയെന്നു പറഞ്ഞാൽ അതിൽ ഒരു തെറ്റുമില്ല. ഇന്നേ വരെ ചിത്രകല അഭ്യസിച്ചിട്ടില്ലാത്ത ഈ 74കാരൻ ആദ്യമായി ചിത്രകലാരംഗത്തേക്ക് കടക്കുന്നത് 6 വർഷങ്ങൾക്ക് മുൻപാണ്. ബാങ്കിലെ കൂട്ടിക്കിഴിക്കലുകളോ ടാലികളോ ഇല്ലാത്ത നിറത്തിന്റെയും ചായത്തിന്റെയും മാത്രം ലോകത്തേക്ക് നടന്നെത്തിയ കലാകാരൻ. ഡെബിറ്റും ക്രെഡിറ്റും കാർഡുകളും കണക്കുകളുടെ പുസ്തകങ്ങളും മാത്രം കണ്ട ഈ കലാകാരന് പക്ഷേ നിറങ്ങളുടെ ഭാഷയും വഴങ്ങുന്നതായിരുന്നു. പേരുപോലെ തന്നെ സന്തോഷം നൽകുന്ന പ്രവൃത്തി. ഞാനങ്ങനെ വരയ്ക്കാറൊന്നുമില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ വാട്ടർ കളർ പെയിൻറ്റിങ്ങോ മറ്റേ പെൻസിൽ ഡ്രോയിങ്ങോ ഒക്കെ 1-2 തവണ ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. പക്ഷേ ഞാൻ ബാങ്കിലാണ് ജോലി ചെയ്തത്. ഇന്ത്യൻ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. ബാങ്കിലുള്ള കാലത്തോളം ഇത് സംബന്ധിച്ച് ഒരു ജോലിയും ചെയ്യാൻ സാധിച്ചിട്ടില്ല. പഠിക്കാൻ സാധിച്ചിട്ടില്ല. റിട്ടയർ ചെയ്തു 5 വർഷം കഴിഞ്ഞപ്പോഴേ എനിക്ക് ഇത് ഇഷ്ടമുള്ള കാര്യമായിരുന്നെങ്കിലും ഇതിലൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നില്ല. പെൻസിൽ എടുക്കാനുള്ളൊരു കറേജും ഉണ്ടായിരുന്നില്ല. ഈ കൊറോണ സമയത്ത് കുറേശ്ശെ പഠിച്ചു തുടങ്ങി. കഴിഞ്ഞ 6 വർഷം കൊണ്ട് പഠിച്ചെടുത്തതാണ് ഇത്രയും. ആദ്യമായി ബ്രഷ് കയ്യിലെടുത്തത് മുതൽ വീട്ടുകാരും കൂടെ കൂടി. ആദ്യം വളരെ മോശമായിട്ടാണ് വരച്ചത്. എന്നാലും അത് ഇനിയും ശരിയാവുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ചെയ്യാൻ ഞാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇഷ്ടമാണ്. എനിക്കും വരയ്ക്കാൻ ഇഷ്ടമാണ്. ഞാൻ കുറച്ചൊക്കെ വരയ്ക്കും. പക്ഷേ ഇങ്ങനെയൊന്നും ഡെവലപ്പ് ചെയ്യാനൊന്നും ഉള്ള കഴിവില്ല. റിട്ടയർമെന്റിന് ശേഷം പലർക്കും സമയം ഒരു ഭാരമാകുമ്പോൾ ഇദ്ദേഹത്തിന് അത് ഒരു ക്യാൻവാസായി മാറി. ഓയിൽ പെയിന്റിന്റെ മണത്തിൽ സന്തോഷം കെ കണ്ടെത്തിയത് ഒരു പുതിയ ജീവിതമാണ്. ഓരോ ചിത്രത്തിലും ഓരോ കഥ. ചിലതിൽ ഗ്രാമത്തിന്റെ ഓർമ്മകളും ചിലതിൽ പ്രകൃതിയുടെ ഭംഗിയും മറ്റു ചിലതിൽ മനുഷ്യരുടെ മുഖങ്ങളും. കൂടാതെ സ്വന്തം നാടും നാട്ടുവഴിയും വരെ ചിത്രങ്ങളാക്കും. ഇത് കേവലം ഒരു ചിത്ര പ്രദർശനം മാത്രമല്ല, വൈകി തുടങ്ങിയ സ്വപ്നങ്ങൾക്കും നിറമുണ്ടെന്ന് പറയുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ചിത്രകല പഠിക്കാതെ ഇത്ര അധികം ഭംഗിയോടെ ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിയുക എന്നാൽ വലിയ അത്ഭുതം തന്നെയാണ്. ഈ കാണുന്ന 52 ചിത്രങ്ങൾക്കപ്പുറത്തേക്ക് ഇതിലും വലിയ ലോകം തുറക്കാനാണ് ഈ ആർട്ടിസ്റ്റിന്റെ ആഗ്രഹം. ക്യാമറ പേഴ്സൺ ഷാജില അലി ഫാത്തിമയ്ക്കൊപ്പം ദിൽന ദിനേശ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.